കൽപ്പറ്റയിൽ നിന്ന് കോട്ടത്തറ ഭാഗത്തേക്ക് എളുപ്പത്തിൽ പോകാവുന്ന വഴിയാണ് മണിയങ്കോട് നിന്ന് കരിങ്കുറ്റി വഴി പോകുന്ന റോഡ്. ആ റോഡിലാണ് ഏതാണ്ട് അരയ്ക്കൊപ്പം വെള്ളം കയറിയിരിക്കുന്നത്. ഗതാഗതം തടസ്സപ്പെട്ട അവസ്ഥയിലാണ്. വളരെ എളുപ്പത്തിൽ ഈ ഭാഗത്തുകൂടി ആളുകൾ സഞ്ചരിക്കുന്നതാണ്. പ്രത്യേകിച്ച് കൽപ്പറ്റ ജില്ലാസ്ഥാനമായ കൽപ്പറ്റയിലേക്ക് ഓഫീസിലേക്ക് പോകാനുള്ള ആളുകൾ കോട്ടത്തറ ഭാഗത്തു നിന്നൊക്കെ ദിവസവും യാത്ര ചെയ്യുന്ന ഭാഗമാണ്. അരികിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴയിൽ നിന്നാണ് അല്പം താഴ്ന്ന ഭാഗത്തേക്ക്, റോഡിന്റെ താഴ്ന്ന ഭാഗത്തേക്ക് വെള്ളം കയറുന്നത്. രാവിലെ ഈ സൈക്കിൾ ദിവസവും റൈഡിങ്ങിന് പോകുന്ന ആളുകളൊക്കെ, സൈക്കിളുമായി പോകുന്ന ആളുകളൊക്കെ പോകുന്ന റോഡാണ്. അവരൊക്കെ രാവിലെ എത്തിയപ്പോഴേക്കും റോഡിൽ സൈക്കിൾ ഇറക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അവരൊക്കെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. ആ ബ്ലോക്കാണ് തിരിച്ചു പോകുന്നത്. ഞങ്ങള് നേരത്തെ ഈ റോഡ് വെള്ളം കയറി കിടക്കുകയാണ്. മൊത്തം വെള്ളം. അവിടെ പുഴ ഉണ്ടല്ലോ, ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് സൈക്കിൾ പോവില്ല. വഴി ബ്ലോക്കാ. മൊത്തം വെള്ളം കയറിയിട്ട് പല സ്ഥലങ്ങളിലും സൈക്കിൾ ഓടിക്കാൻ പറ്റാത്ത രീതിയിലാണ്. സൈക്കിൾ ഓടിക്കാൻ ബുദ്ധിമുട്ടാ. ഈ റോഡിനോട് ചേർന്നുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. അധികവും വയലാണ്. ഈ റോഡിന്റെ രണ്ട് ഭാഗത്തും നെൽവയലുകളാണ്. ആ ഭാഗത്തൊക്കെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. വെങ്ങപ്പള്ളി പഞ്ചായത്തിലെ ചോലപ്പുറം ഭാഗത്തും റോഡിൽ വെള്ളം കയറിയ സ്ഥിതിയാണുള്ളത്. ചോലപ്പുറത്ത് നിന്ന് ബാണാസുര സാഗറിന്റെ ഭാഗത്തേക്കൊക്കെ എളുപ്പത്തിൽ പോകാവുന്ന കൗമന്നത്തേക്ക് പോകുന്ന റോഡിൽ വെള്ളം കയറി. അതുപോലെ തന്നെ പിണങ്ങോട് ഭാഗത്തേക്ക് പോകുന്ന റോഡിലും വെള്ളം കയറി. ഇവിടെ ചെറിയ വാഹനങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ടിപ്പർ ലോറികളൊക്കെയാണ് ഈ സമയത്ത് ആളുകൾക്ക് സഹായകരമാകുന്നത്. ടിപ്പർ ലോറികൾക്ക് ഒക്കെ ഇത്തരം റോഡുകളിലൂടെ എളുപ്പത്തിൽ കടന്നു പോകാവുന്ന സ്ഥിതിയുണ്ട്. രാവിലെ വെങ്ങപ്പള്ളി പഞ്ചായത്തിന്റെ തോണി ഇങ്ങോട്ട് ഇറക്കി. കാരണം ആദിവാസി കോളനികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മറുകരയിലേക്കൊക്കെ പോകാൻ തോണിയുടെ ആവശ്യമുണ്ട്. നേരത്തെ പ്രളയകാലത്തെ അനുഭവമൊക്കെ മുൻനിർത്തിയാണ് പഞ്ചായത്ത് ഒരു തോണി വാങ്ങി സൂക്ഷിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും വെള്ളം പൊങ്ങിയ സാഹചര്യത്തിൽ തോണി ഇറക്കി ലോറിയിൽ കൊണ്ടുവന്ന് ഇറക്കുകയാണ് ചെയ്തത്. അതിലാണ് കുറെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയത്. പഞ്ചായത്തിന്റെ തോണിയാണ്. ഇതിപ്പോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താനാണോ? അതെ അതെ, ആദിവാസി ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലാണ് ഇങ്ങനെ വെള്ളപ്പൊക്കം വരുമ്പോ ഇറക്കുന്നതാണല്ലോ. ജില്ലയിൽ ഇതുവരെ 5 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. അതിൽ സുൽത്താൻ ബത്തേരി ഭാഗത്താണ് പ്രധാനമായും ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. നിലവിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്നലെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ പെയ്തത് വയനാട്ടിലെ കേന്ദ്രങ്ങളിലാണ്. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ചെരുവിൽ ബാണാസുര മലയോട് ചേർന്ന് കിടക്കുന്ന നിരവിൽപ്പുഴ, വാളാംതോട് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇന്നലെ 8 മണിവരെയുള്ള സമയത്ത് മഴ പെയ്തത്. അത് ഈ കാലവർഷകാലത്ത് വയനാട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചതും ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു. എന്തായാലും എവിടെയും വലിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം.